Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Miss. Abbreviation ആണല്ലേ മിസ് എടുത്തോണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞോ നിങ്ങളുടെ? പ്രിഫിക്സും സഫിക്സും റൂട്ട് വേർഡ്സും ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞോ? കോമൺ റൂട്ട് വേർഡ്സ് മാത്രം. റൂട്ട് വേർഡ്സ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. പ്രിഫിക്സും സഫിക്സും കഴിഞ്ഞിട്ടില്ല ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ മിസ് കഴിഞ്ഞ ദിവസം അബ്രിവിയേഷനിൽ ഒരു 8 എണ്ണം അല്ലേ എടുത്തത് അല്ലേ? മിസ് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം കേട്ടോ. അത് നമ്മ എപ്പോഴും ക്വസ്റ്റ്യൻ കണ്ട് കാണുന്നതാണ്. അപ്പൊ അത് മാത്രം നിങ്ങൾ കുറച്ചും കൂടി പ്രയോജിച്ച് കൊടുത്ത് പഠിക്കാം. പിന്നെ നമുക്ക് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മുടെ അബ്രിവിയേഷൻ തന്നെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. 327 അബ്രിവിയേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുണ്ട്. കുറെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചപ്പോൾ അതിലൊരുപാട് ICU തന്നെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU ഉണ്ട്, NICU ഉണ്ട് അല്ലെ? അപ്പൊ അതിലൊക്കെ പറയുന്ന ഒരുപാട് അബ്രിവിയേഷൻസ് ഉണ്ട്. അല്ലാണ്ട് നമ്മൾ പഠിക്കുന്ന കുറെ ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കോമൺ ലൈഫില് സാധാരണ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന പിക്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാത്തിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണ്ട. ഇപ്പൊ ചിലത് മാത്രം ഇമ്പോർട്ടന്റ് പറയുന്നത് മാത്രം എക്സ്പ്ലനേഷൻ തരുന്നുള്ളൂ. പിന്നെ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ അല്ലേ? മിസ് എടുക്കാം. തുടങ്ങിക്കോട്ടെ. ഫസ്റ്റ് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും എല്ലാത്തിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ തന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഗൂഗിൾ അടിച്ച് നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ റെഫർ ചെയ്യാം കേട്ടോ. കുറെ അതല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്റർ നീങ്ങില്ല കേട്ടോ. കുറെ പറഞ്ഞുതരാം. ADL ആക്ടിവിറ്റി ഓഫ് ഫസ്റ്റ് 9th പറയുന്നത് ADL അല്ലെ? ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിങ്. നമ്മുടെ ഡെയിലി ലിവിംഗിൽ അല്ലെ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, എക്സസൈസുകൾ എന്നൊക്കെ പറയില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ്. നെക്സ്റ്റ് AED ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. ഡിഫിബ്രിലേറ്റേഴ്സ് കേട്ടിട്ടുണ്ടോ? AED ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റേഴ്സ്. അതൊരു എക്യുപ്മെന്റ് ആണ്. നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്ക് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ നോർമൽ ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡിഫിബ്രിലേറ്റർ. AED ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. എന്താണ് രാജാറാണി മൂവിയിലൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഹാർട്ടിന്റെ ഇവിടെ ചെസ്റ്റിന്റെ അവിടെ വെച്ചിട്ട് ഇലക്ട്രിക് പൾസ് നമ്മുടെ ഹാർട്ടിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ നോർമൽ ഹാർട്ട് ബീറ്റിനെ തിരിച്ചു കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. 4th മൊഡ്യൂളില് മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അതിലുണ്ട്. നെക്സ്റ്റ് AF അട്രിയൽ ഫിബ്രിലേറ്റർ. അട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മുടെ ചില സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആവുക, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരുപാട് റാപ്പിഡ് ആയിട്ട് ഇടിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറില്ലേ? നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ആവുക, നമ്മൾ എന്തെങ്കിലും പേടിക്കൊക്കെ ചെയ്യുമ്പോഴോ, അതാണ് atrial fibrillation എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് AIDS അല്ലെ? AIDS നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? AIDS കേട്ടിട്ടില്ലേ? Acquired Immunodeficiency Syndrome അല്ലെ? നമ്മുടെ HIV തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലാണ് അല്ലെ? സ്റ്റേജ് ആണ് AIDS. നെക്സ്റ്റ് AK above the knee അല്ലെ? നമ്മുടെ നീയുടെ മുകളിലായി, above മുകളിൽ. AKA എന്ന് വെച്ചാൽ above the knee amputation അല്ലെ? അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. നമ്മുടെ നീയുടെ അവിടെ സർജറി ഒക്കെ നടക്കില്ലേ? നമുക്ക് മുട്ടിന് തേയ്മാനൊക്കെ വരുന്ന സമയത്ത് കാൽമുട്ടിന്
above the knee amputation. Next, A hyphen line, arterial line എന്ന് വെച്ചാൽ നമ്മുടെ ഞരമ്പിൽ നിന്ന് അല്ലെ നമ്മുടെ വെയിൻസിൽ നിന്നൊക്കെ നേരിട്ട് ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്യില്ലേ ടെസ്റ്റുകൾക്ക് വേണ്ടിയൊക്കെ. ഒരു സ്മോൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്തില്ലേ ടെസ്റ്റുകൾക്ക് വേണ്ടിയൊക്കെ. അപ്പൊ അതാണ് ആർട്ടീരിയൽ ലൈൻ, എ ലൈൻ. നെക്സ്റ്റ് പറയുന്നത് AMA, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് വെച്ചാല് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യില്ലേ, അഡ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നമ്മൾ അവിടെ നിന്ന് എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്നതിനെയാണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ആ ഒരു മെഡിക്കൽ ഉപദേശത്തിന് എതിരായിട്ട് നമ്മൾ ഡിസ്ചാർജ് വാങ്ങുന്നത്. ആർട്ടീരിയൽ ലൈൻ എന്ന് പറഞ്ഞാല് നമ്മൾ ബ്ലഡ് ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡ് ആർട്ടറിയിൽ നിന്ന് നേരിട്ട് ബ്ലഡ് കളക്ട് ചെയ്യില്ലേ, ആർട്ടീരിയൽ ലൈൻ. ഓക്കെ, ആർട്ടീരിയൽ ലൈൻ. നെക്സ്റ്റ് പറയുന്നത് AMB, ആംബുലേറ്ററി. നമ്മൾ പറഞ്ഞില്ലേ ഔട്ട് പേഷ്യന്റ് ബേസിസ് അല്ലെ, ഡോക്ടറെ കാണാം, കൺസൾട്ട് ചെയ്യാം, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ആംബുലേറ്ററി. ഓക്കെ അല്ലേ? ഇത്രയൊക്കെ എല്ലാവർക്കും മിസ് സ്പീഡാണ്. നിങ്ങൾ മിസ് ഇമ്പോർട്ടന്റ് പറയുന്നത് മാത്രം നിങ്ങൾ കൂടുതൽ പഠിച്ചാൽ മതി. മിസ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പെട്ടെന്ന് പോകുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മിസ് ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. എന്താണ് AMA എന്ന് പറഞ്ഞാല് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് വെച്ചാല് ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആക്കില്ലേ, അഡ്മിറ്റ് ആക്കിയതിനു ശേഷം ആ ഒരു ടൈം പീരീഡ്, ആ ഒരു എത്ര ദിവസം, 3 ദിവസം 5 ദിവസം, ആ ഒരു ടൈം പീരീഡ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഡിസ്ചാർജ് വാങ്ങുന്നത്. അതാണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ ഉപദേശത്തിന് എതിരായി, എഗെയിൻസ്റ്റ് ആയിട്ട്. AMI, അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് വെച്ചാല് നമ്മുടെ ബ്ലഡിൽ എന്താണ് ബ്ലോക്കേജ് ഓഫ് ബ്ലഡ് ഫ്ലോ ടു ദി ഹാർട്ട് മസിൽ. നമ്മുടെ ഹാർട്ട് മസിൽസിന്റെ എന്താണ് ബ്ലഡ് ഫ്ലോയില് ബ്ലോക്കേജ് വരുന്നത്. ഇപ്പൊ കൊളസ്ട്രോൾ തോടുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ടിന് എന്തെങ്കിലും ബ്ലോക്ക് വരുന്ന പേഷ്യൻസിന് ബ്ലഡ് സർക്കുലേഷൻ ഓക്കെ ആവില്ല അല്ലെ, ബ്ലോക്കേജ് വരില്ലേ. അതാണ് അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. എന്താണ് നമ്മുടെ ഹാർട്ട് മസിൽസിന്റെ ബ്ലഡ് വെസലിലെ ബ്ലഡ് ഫ്ലോയിലേക്ക് എന്താണ് ബ്ലോക്കേജ് വരുന്നതിനെയാണ് AMI എന്ന് പറയുന്നത്. നെക്സ്റ്റ് AMS, ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്. എന്താണ് നമ്മുടെ മെന്റൽ നോർമൽ ആയിട്ടുള്ള ഒരു മെന്റൽ സ്റ്റേറ്റ്സ് ഉണ്ടാവും അല്ലെ, അതിൽ നിന്ന് ചേഞ്ചസ് വരും. ഓക്കെ, സ്പീഡ് കുറയ്ക്കാം. AMS എന്ന് പറഞ്ഞാൽ ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്. നമ്മുടെ ആ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മെന്റൽ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, നമുക്ക് അതിൽ ചേഞ്ചസ് വരുത്തുന്നത്. ചിലപ്പോ എന്താണ് നമുക്ക് ടെൻഷൻ കൂടുക, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേ നമ്മൾ ഒരുപാട് ഇമോഷണൽ ആവും ഇല്ലേ. അതാണ് ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്. നമ്മുടെ നോർമൽ മെന്റൽ സ്റ്റാറ്റസിൽ നിന്ന് വ്യത്യാസങ്ങൾ വരുന്നത്. ANT എന്ന് പറഞ്ഞാല് ആന്റീരിയർ. ആന്റീരിയർ എന്ന് പറഞ്ഞാല് മുൻഭാഗം, ഫ്രണ്ട്, മുൻഭാഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് OX4, അലേർട്ട് ആൻഡ് രണ്ടെണ്ണം പറയും. അലേർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ്. എന്താണ് നമ്മൾ ഒരു പേഴ്സണെ അലേർട്ട് ചെയ്യാണ്, ജാഗ്രതരാക്കാണ്, കൂടാതെ ഓറിയന്റ് ചെയ്യാണ്. ക്രമേന്ദ്രൊക്കെ ആ ഒരു പേഴ്സണിന്, ആ ഒരു സ്ഥലം, ആ ഒരു ടൈം, ആ ഒരു സെൽഫ് നമ്മൾ ഓറിയന്റ് ചെയ്യുന്നതിനെയാണ് AOX4 എന്ന് പറയുന്നത്. നെക്സ്റ്റ് AP. ഇത്രയൊക്കെയാണോ? ഇത്രയൊക്കെയാണോ? AOX4 എന്ന് പറഞ്ഞാല് ഒരു പേഴ്സണെ നമ്മൾ അലേർട്ട് ചെയ്ത് ഓറിയന്റ് ചെയ്ത് ഒരു പ്ലേസ്, ടൈം, ആ ഒരു സെൽഫ്, ആ ഒരു പേഴ്സൺ, അങ്ങനെ
അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അവരെ അലേർട്ട് ചെയ്യും, അത് ക്രമപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് AP ആൻജെറോ പോസ്റ്റീരിയർ ഫ്രണ്ട് ടു പല രീതിയിൽ പറയാട്ടെ. AP ആൻജെറോ പോസ്റ്റീരിയർ ഫ്രണ്ട് ടു ബാക്ക്, ആക്ഷൻ പൊട്ടൻഷ്യൽ, ആൻജിന പെക്ടോറിസ്, anterior pituitary at arterial pressure. നമ്മുടെ ആർട്ടീരിയലിലെ പ്രഷർ, anterior pituitary എന്താണ് നമ്മുടെ ഫ്രണ്ട് ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഫ്രണ്ട് ലോബിനെയാണ് anterior pituitary എന്ന് പറയുന്നത്. പിന്നെ ആൻജിന പെക്ടോറിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെസ്റ്റ് പെയിനെയാണ് ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? AP പല രീതിയിൽ പറയാം. ആൻജെറോ പോസ്റ്റീരിയർ, നെക്സ്റ്റ് APC ആർട്ടീരിയൽ പ്രിമേച്ചർ കോംപ്ലക്സ് എന്ന് വെച്ചാൽ ഇറഗുലർ ഹാർട്ട് ബീറ്റ് ദാറ്റ് ഒക്കർ ഹാർട്ട് നമ്മുടെ അപ്പർ ചേംബറിലെ ഹാർട്ടിൽ എന്താണ് ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് വരുന്നതിനെയാണ് ആർട്ടീരിയൽ പ്രിമേച്ചർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സി, APC ആണ് കേട്ടോ, ആക്ടിവേറ്റഡ് പ്രോട്ടീൻ സി. നെക്സ്റ്റ് ആസ്പിരിൻ, ഫിനാസെറ്റിൻ, കഫീൻ. ഇതൊക്കെ എന്താണ്? ഈ മൂന്നെണ്ണം ടാബ്ലറ്റ്സ്, ഗുളികകളിലെ മെഡിസിൻ ഡ്രഗുകളാണ്. ആസ്പിരിൻ, ഫിനാസെറ്റിൻ, കഫീൻ. നെക്സ്റ്റ് AQ വാട്ടർ. ബ്ലഡ്സ്, നമ്മുടെ ആസ്പിരിൻ ബ്ലഡ്സ് ഈ സ്ട്രോക്ക് വരുന്ന പേഷ്യൻസ്, നമ്മുടെ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ള പേഷ്യൻസ് ഒക്കെ ഇല്ലേ, ഹാർട്ട് അറ്റാക്ക് ഉള്ള പേഷ്യൻസ് ഒക്കെ കഴിക്കുന്നതാണ് ആസ്പിരിൻ. ഫിനാസെറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻ ആൻഡ് ഫീവറിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കഫീനും ഒരു പെയിൻ കില്ലേഴ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതൊന്നും പഠിക്കാനില്ല, മിസ് ജസ്റ്റ് പറഞ്ഞാണ് കേട്ടോ, അതൊന്നും പഠിക്കണ്ട. നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻസ് വരും. മിസ് ഇമ്പോർട്ടന്റും ആയത് പറഞ്ഞുതരാം കേട്ടോ. അത് കൂടുതൽ ഇത് കൊടുത്തിട്ട് പഠിക്കാം, ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കാം. നെക്സ്റ്റ് AQ വാട്ടർ. നെക്സ്റ്റ് ARDS എന്താണ്? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. എന്താണ്? നമ്മുടെ ശ്വസനാവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം, നമുക്ക് ശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ARDS. നെക്സ്റ്റ് ASA ആസ്പിരിൻ. എന്താണ്? നമ്മുടെ ബ്ലോക്കിനൊക്കെ ഗുളിക കഴിക്കില്ലേ, ആ ഒരു ടാബ്ലറ്റ് ആണ് കേട്ടോ. അസെറ്റൈൽ സാലിസിലിക് ആസിഡ് അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ആണ്. അതല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് അസെറ്റൈൽ സാലിസിലിക് ആസിഡ്. ASAP as soon as possible. വാർഡ് പഠിച്ചു, സോറി വാർഡല്ല, ഡിസ്ചാർജിൽ പഠിക്കുന്നുണ്ട്. ഡിസ്ചാർജ് പ്രോസസ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ എന്താണ്? കഴിയുന്നത്ര വേഗത്തിൽ അല്ലെ, as soon as possible, കഴിയുന്നത്ര വേഗത്തില്. നെക്സ്റ്റ് ASHD arteriosclerotic or atherosclerotic heart disease. നമ്മുടെ എന്താണ്? ഹാർട്ടിന്റെ ധമനികൾ ദൃഢീകരിക്കുകയും കൂടാതെ ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥ. ഹാർട്ടിന്റെ അല്ല, രക്തധമനികൾ ദൃഢീകരിക്കുകയും ബലം വെക്കില്ലേ, അങ്ങനെ ബലം വെക്കുകയും നമ്മുടെ ഈ കൊഴുപ്പുകളെ കടഞ്ഞുകൂടി രക്തധമനികൾക്ക് ദൃഢീകരിക്കില്ലേ, കൊഴുപ്പുകളൊക്കെ ഫാറ്റ് കൊളസ്ട്രോളൊക്കെ അടിഞ്ഞുകൂടി. അപ്പൊ അങ്ങനെ രക്തധമനികള് ദൃഢീകരിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആർട്ടീരിയോസ്ക്ലിറോട്ടിക് ഓർ അതീറോസ്ക്ലിറോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഹാർട്ടിലെ രക്തധമനികള് ദൃഢീകരിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥ. നെക്സ്റ്റ് AV അല്ലെങ്കിൽ A-V അട്രിയോ വെൻട്രിക്കുലർ ഓർ ആർട്ടീരിയോ വീനസ്. AV അല്ലെങ്കിൽ A-V അട്രിയോ വെൻട്രിക്കുലർ ഓർ ആർട്ടീരിയോ വീനസ്. ഇതിലാ മിസ് എനിക്ക് ഇമ്പോർട്ടന്റ് പറഞ്ഞുതരാം.
12 അടയാളപ്പെടുത്തിയേ. അടയാളപ്പെടുത്തിയോ? പിന്നെ 16 AMA 16 against medical advice. പിന്നെ ARDS acute respiratory distress syndrome, ശ്വസനാവസ്ഥയെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. നെക്സ്റ്റ് ASAP 27 as soon as possible. കിട്ടിയില്ലേ? നെക്സ്റ്റ് ബി ഒന്നുകൂടെ പറയണം. 12 16 25 27 25 27. നെക്സ്റ്റ് 9. HIV-യുടെ മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്റ്റേജ് എയ്ഡ്സ് എന്ന് പറഞ്ഞില്ലേ? എയ്ഡ്സ് കേട്ടിട്ടില്ലേ? HIV-യുടെ മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്റ്റേജ്. നെക്സ്റ്റ് BBB ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. BBB ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്, അതായത് നമ്മുടെ ഹൃദയമിടിപ്പ് ഉണ്ടാകാൻ വൈദ്യുത പ്രേരകങ്ങൾ സഞ്ചരിക്കുന്ന നമ്മുടെ ആ ഒരു ഹൃദയം ഹാർട്ട് ബീറ്റിലെ അത് ഉണ്ടാവാനായിട്ട് വൈദ്യുത പ്രേരകങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ കാലതാമസമോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ഉണ്ടാകുന്നതിനെയാണ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് BID or BD ട്വൈസ് ഡെയിലി 2 തവണ അല്ലെ? അതുകൊണ്ട് പറയണം. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് മക്കളെ പറയുന്നത് കേട്ടോ. എഴുതിയെടുക്കണം എന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ അതിന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കോ. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ഹൃദയമിടിപ്പ് ഉണ്ടാകാൻ വൈദ്യുത പ്രേരകങ്ങൾ സഞ്ചരിക്കുന്ന പാതയില് നമ്മുടെ ഹാർട്ട് ബീറ്റിലെ ആ ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടാകാനായിട്ട് വൈദ്യുത പ്രേരകങ്ങൾ സഞ്ചരിക്കുന്ന ആ ഒരു പാത്തില് എന്തെങ്കിലും കാലതാമസമോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ഉണ്ടാകുന്നതിനെയാണ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. BBB ഓക്കെ ആണോ? ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. നെക്സ്റ്റ് BID or BD ട്വൈസ് ഡെയിലി 2 തവണ. PKA എന്താണ്? ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ. നമ്മൾ എബോവ് ദ നീ ആംപ്യൂട്ടേഷൻ പഠിച്ചു അല്ലേ? AKA പഠിച്ചില്ല? പറ BKA ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ. നെക്സ്റ്റ് BM എന്താണ്? ബോവൽ മൂവ്മെന്റ് അല്ലേ? ബോവൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മോഷൻ ഇല്ലേ? മോഷൻ ആണ് കേട്ടോ. PP ബ്ലഡ് പ്രഷർ അല്ലെ? നമുക്കറിയാം BP ബ്ലഡ് പ്രഷർ. PS ബാച്ചിലർ ഓഫ് സയൻസ്. BSA നമ്മുടെ ബോഡി സർഫസ് ഏരിയ അല്ലെ? നമ്മുടെ ബോഡിയുടെ മൊത്തം സർഫസ് ഏരിയ. ഇനി പറയണോ? BM ബവൽ മൂവ്മെന്റ് മോഷൻ. PS ബാച്ചിലർ ഓഫ് സയൻസ്. BP ബ്ലഡ് പ്രഷർ. BSA ബോഡി സർഫസ് ഏരിയ. BX ബയോപ്സി. PX ബയോപ്സി. C-, ഫിഫ്ത്ത്. C ഡിഗ്രി അല്ലെ? ഡിഗ്രി സെൽഷ്യസ് അല്ലെ? സെന്റിഗ്രേഡ് അല്ലെ? നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ? ഡിഗ്രി സെൽഷ്യസ് അല്ലെ? നെക്സ്റ്റ് CA കാൽസ്യം അല്ലെ? CA നമ്മ എവിടെയാണ്? 8ൽ 9ലൊക്കെ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? CA കാൽസ്യം. നെക്സ്റ്റ് CA കാർഡിയാക് അറസ്റ്റ് അല്ലെ? നെക്സ്റ്റ് CA കാർഡിയാക് അറസ്റ്റ്. നെക്സ്റ്റ് പറയുന്നത് CABG. CABG എന്താണ്? കൊറോണറി ആർട്ടറി ബൈപ്പാസ് സർജറി. കൊറോണറി ആർട്ടറി ബൈപ്പാസ്
ബൈപ്പാസ് ഗ്രാഫ്റ്റ് ആണ് കേട്ടോ. സോറി മിസ് പറഞ്ഞത് മാറിപ്പോയി. നമ്മുടെ ഹാർട്ട് ബൈപ്പാസ് സർജറിയിൽ കേട്ടിട്ടില്ലേ, നമുക്ക് 3 or 4 ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മ എന്ത് ചെയ്യും? മേജർ ആയിട്ടുള്ള 3 or 4 ബ്ലോക്കുകൾ വരുമ്പോൾ ഹാർട്ട് ബൈപ്പാസ് സർജറി നടത്തില്ലേ. അപ്പൊ അതിനെയാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് CAD, കൊറോണറി ആർട്ടറി ഡിസീസ്. നമ്മുടെ ഹാർട്ടിന്റെ മേജർ ബ്ലഡ് വെസൽസിൽ എന്താണ് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ ഉള്ളതിനെ, ഡിസീസുകളോ ഉള്ളതിനെയാണ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. ഡിസീസ് ഓർ ഡാമേജ് ഇൻ ദ ഹാർട്ട് മേജർ ബ്ലഡ് വെസൽസ്. നമ്മുടെ ഹാർട്ടിലെ മേജർ ആയിട്ടുള്ള ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഡിസീസുകളോ ഉള്ളതിനെയാണ് CAD എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. CC, സ്മോൾ ലെറ്റർ CC ആണ് കേട്ടോ. ക്യൂബിക് സെന്റിമീറ്റർ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ക്യൂബിക് സെന്റിമീറ്റർ അല്ലെ, ഓർമ്മയുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് CC or C/C, ക്യൂബിക് ചീഫ് കംപ്ലൈന്റ് അല്ലെ. എന്താണ് മേജർ ആയിട്ടുള്ള കംപ്ലൈന്റ്? CC or C/C, ഇതാണ് ചീഫ് കംപ്ലൈന്റ്. പിന്നെ എന്താണ് CCU, എന്താണ്? കൊറോണറി കെയർ യൂണിറ്റ്. CCU എന്താണ്? കൊറോണറി കെയർ യൂണിറ്റ്. എന്താണ്? നമ്മുടെ കാർഡിയാക് കെയർ യൂണിറ്റ് അല്ലെ. കാർഡിയാക് ICU ഇല്ലേ, നമ്മ പറയാറില്ലേ CICU, കാർഡിയാക് ICU. അതാണ് CCU, കൊറോണറി കെയർ യൂണിറ്റ് അല്ലെങ്കിൽ കാർഡിയാക് കെയർ, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നും പറയാം നമുക്ക് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? CHC, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ അല്ലെ. എന്താണ്? CHF, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. നെക്സ്റ്റ് പറയുന്നത് CL അല്ലെ, ക്ലോറൈഡ്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ക്ലോറിൻ അല്ലെ, ക്ലോറൈഡ്. CL ബാർ അല്ലെ, ഹൈഫൻ. എന്താണ്? ക്ലോറൈഡ്. CM, സെന്റിമീറ്റർ അല്ലെ. ഇതൊക്കെ നമ്മ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. CM സെന്റിമീറ്റർ, മില്ലിമീറ്റർ അല്ലെ. നെക്സ്റ്റ് പറയുന്നത് CM ക്യൂബ്, ക്യൂബിക് സെന്റിമീറ്റർ. CM ക്യൂബ്, ക്യൂബിക് സെന്റിമീറ്റർ. CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം. CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇതിൽ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. അല്ലെ, ഇതില് 30 BBB, പിന്നെ 34 BP, ബ്ലഡ് പ്രഷർ. പിന്നെ എന്താണ്? 37 BX, ബയോപ്സി. നെക്സ്റ്റ് CA, കാർഡിയാക് അറസ്റ്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മിസ് പറയുന്നത്, അടയാളപ്പെടുത്താം കേട്ടോ. 41 കാർഡിയാക് CA. നെക്സ്റ്റ് 42 CABG, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. അതായത് എന്താണ്? നമ്മുടെ ഹാർട്ട് ബൈപ്പാസ് സർജറി. നെക്സ്റ്റ് 43 CAD, കൊറോണറി ആർട്ടറി ഡിസീസ്. നമ്മുടെ ഹാർട്ടിന്റെ മേജർ ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന ഡാമേജോ അല്ലെങ്കിൽ ഡിസീസോ അല്ലെ. നെക്സ്റ്റ് പറയുന്നത് CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം. 52 ഒന്നുകൂടെ പറയാം. 52 താഴെന്ന് പറയാട്ടോ മിസ്. 52 43
43, 42, 41, 37, 34, 30. Okay അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ മിസ് മാർക്ക് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്തിട്ട് ക്ലാസ് എക്സിറ്റ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് സി ബാറോ അല്ലെ, കെയർ ഓഫ് എന്നൊക്കെ പറയുന്നത് അതെന്താണ്? കംപ്ലൈനിങ് ഓഫ് അല്ലെ, എന്ന പരാതി. നമ്മ പരാതികളൊക്കെ എഴുതി കൊടുക്കുമ്പോ സി ബാറോ എന്ന പരാതി, കംപ്ലൈനിങ് ഓഫ്. നെക്സ്റ്റ് 54 CO, കാർഡിയ ഔട്ട്പുട്ട്. CO, കാർഡിയ ഔട്ട്പുട്ട്. നെക്സ്റ്റ് CO2 അല്ലെ, നമ്മ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് CO2? എന്താണ് പറഞ്ഞേ? 55 CO2 എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് COLD, 56 COLD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ്സ് ഡിസീസ്. എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്. എന്താണ്? നമ്മുടെ ലങ് ഡിസീസ് ആണ്. അതിലെന്താണ്? നമുക്ക് വായുസഞ്ചാര മാർഗില്ലേ, ലങ്സിൽ നിന്ന് നമ്മൾ എയർ ഫ്ലോ ചെയ്യില്ലേ, ആ ഒരു വായുസഞ്ചാര മാർഗത്തില് ബ്ലോക്ക് വന്നിട്ട് നമുക്ക് എന്താണ്? ബ്രീത്തിങ്ങിന് ഡിഫിക്കൽറ്റി വരുന്നതിനെയാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ്സ് ഡിസീസ് എന്ന് പറയുന്നത്. നമ്മുടെ എയർ ഫ്ലോയില് ബ്ലോക്കേജ് വന്നിട്ട് നമുക്ക് എന്താണ്? ബ്രീത്തിങ്ങിന് ഡിഫിക്കൽറ്റി വരുന്നത്. നെക്സ്റ്റ് COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താണ്? COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. നെക്സ്റ്റ് CP പല രീതിയിൽ പറയാം. ചെസ്റ്റ് പെയിൻ പറയാം, കെമിക്കലി പ്യൂർ അല്ലെ, നമ്മ കെമിക്കൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പ്യൂർ ചെയ്തെടുക്കുക. സെറിബ്രൽ പൾസി അല്ലെ, എന്താണ്? പക്ഷാഘാതം എന്നൊക്കെ പറയാറില്ലേ, സെറിബ്രൽ പൾസി അല്ലെ, പക്ഷാഘാതം അല്ലെ, ചലന വൈകല്യം സംഭവിക്കാം അല്ലെ, ന്യൂറോളജിക്കൽ ഡിസീസ് ആണ് അല്ലെ, ന്യൂറോളജിക്കൽ ഡിസീസ് ആണ് അല്ലെ. അപ്പൊ CP എന്താണ്? അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ CP ഇല്ല, COPD ആണ് കേട്ടോ ഉള്ളത്. ഓക്കെ, ചെസ്റ്റ് പെയിൻ, കെമിക്കലി പ്യൂർ, സെറിബ്രൽ പൾസി. നെക്സ്റ്റ് CPR അല്ലെ, CPR നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കാർഡിയോ പൾമണറി റിസോസിറ്റേഷൻ അല്ലെ, കാർഡിയോ പൾമണറി റിസോസിറ്റേഷൻ. CPR ഒക്കെ കേട്ടിട്ടില്ലേ? ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? CPR ചെയ്തു കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ CPR എന്ന് പറഞ്ഞാല് കാർഡിയോ പൾമണറി റിസോസിറ്റേഷൻ. നെക്സ്റ്റ് CRNA, സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നഴ്സ് അനസ്തറ്റിസ്റ്റ് അല്ലെ. എന്താണ്? സർട്ടിഫൈഡ് CRNA, സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് nurse anesthetist. നെക്സ്റ്റ് പറയുന്നത് CRT, capillary refill time cathode ray tube. capillary refill time cathode ray tube. അതായത് ഇതിന് വേറൊരു പേര് കൂടി പറയുന്നുണ്ട്, capillary refill test എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ capillary refill time എന്ന് പറയുന്നുണ്ട്. ഇത് എന്ന് വെച്ചാല് നമ്മുടെ ബോഡിയില് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് രീതിയിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് കാപ്പില്ലറി റീഫിൽ ടെസ്റ്റ്. നമ്മുടെ ഈ കൈമ പിടിച്ചിട്ട് ഇങ്ങനെ ഞെക്കി പിടിക്കാറില്ലേ, ഒരു 2 സെക്കൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ തന്നെ ഇടയ്ക്ക് അങ്ങനെ പിടിക്കാറില്ലേ, ഇങ്ങനെ ഞെക്കി പിടിക്കല്ലേ. നമ്മ അങ്ങനെ കുറച്ചു നേരം അങ്ങനെ പ്രഷർ ചെയ്ത് പിടിക്കുന്ന സമയത്ത്, പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് എന്താണ്? നമ്മുടെ നെഗത്തിന്റെ കളർ എന്തായിട്ട് മാറും? വൈറ്റ് കളർ ആയിട്ട് മാറും അല്ലെ, ആണോ? വൈറ്റ് കളർ ആയിട്ട് മാറും. അത് കഴിഞ്ഞ് നമ്മ ഒരു പ്രസ് ചെയ്തിട്ട് കൈവിട്ട് കഴിയുമ്പോ എന്താണ്? അപ്പൊ തന്നെ അതൊരു റെഡ് കളർ ആവുന്നുണ്ടോ? റെഡ് കളർ ആവും അല്ലെ. അപ്പൊ ആ ഒരു റെഡ് കളർ ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തില്
ശരിയായ രീതിയിൽ ബ്ലഡ് പാസേജ് ഉള്ളത്, ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് ആ റെഡ് കളർ ആവുന്നത്. അതല്ലെങ്കിൽ അവർക്ക് എന്ത് പറ്റും, ബ്ലഡ് ഇല്ലാത്തവരാണെങ്കിൽ അവിടെ ആ വൈറ്റ് കളർ റെഡ് ആവാൻ സമയം എടുക്കും. അപ്പൊ ഈ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ കൊണ്ടുവരില്ലേ, ആക്സിഡന്റ് പറ്റാല്ലേ, അപ്പൊ അവർക്ക് ബ്ലഡ് ഒക്കെ ഒരുപാട് പോവില്ലേ. ബ്ലഡ് ഒക്കെ പോയ സമയത്ത് അവർക്ക് ശരീരത്തില് ബ്ലഡ് പാസേജ് ഉണ്ടോ എന്നറിയാനൊക്കെ ചെയ്യുന്നതാണ് എന്താണ് കാപ്പിലറി റീഫിൽ ടെസ്റ്റ്. ഓക്കെ ആണോ? നെക്സ്റ്റ് CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോർഡിനും ഇടയിലുള്ള ഒരു ഫ്ലൂയിഡ്, ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. നെക്സ്റ്റ് CSM, കരോട്ടിഡ് സൈനസ് മസാജ്. സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ്, നമ്മുടെ എന്താണ് ബ്രെയിനിനും സ്പൈനൽ കോർഡിനും ചുറ്റുമുള്ള ഒരു, അതിന് രണ്ടിനും പൊതിഞ്ഞിരിക്കുന്ന ഒരു ആവരണമുണ്ട്. കേട്ടിട്ടുണ്ടോ? മെനിഞ്ചസ്, മെനിഞ്ചൈറ്റിസ് കേട്ടിട്ടുണ്ടോ? മെനിഞ്ചൈറ്റിസ്, ആ ഒരു മെനിഞ്ചൈറ്റിസിന് ഇൻഫെക്ഷൻ വരുന്നതാണ് സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ്. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അക്കോർഡ് ഇൻഫെക്ഷൻസിൽ പഠിച്ചില്ലേ? മെനിഞ്ചൈറ്റിസ് പഠിച്ചില്ലേ? മെനിഞ്ചൈറ്റിസ് ഇല്ലേ? ബ്രെയിനിനും സ്പൈനൽ കോഡിനും ചുറ്റുമുള്ള ഒരു ആവരണം, അതിനൊക്കെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ആവരണമുണ്ട്. ആ ഒരു ആവരണമാണ് മെനിഞ്ചൈറ്റിസ്. ആ ഒരു മെനിഞ്ചൈറ്റിസിന് ഇൻഫെക്ഷൻ വരുന്നതിനെയാണ് സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മറ്റേത് കരോട്ടിഡ് സൈനസ് മസാജ് എന്ന് പറയുന്നത്, നമ്മുടെ കരോട്ടിഡിനെ മസാജ് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഭാഗത്തല്ലേ കരോട്ടിഡ് സൈനസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ്, നമ്മുടെ ഹാർട്ടിന്റെ ആ ഒരു ഫ്ലോ എല്ലാം റിതം, നമ്മുടെ ആ ഒരു ഹാർട്ട് ബീറ്റ് നോർമൽ രീതിയിൽ അല്ലെങ്കിൽ ഇവിടെ മസാജ് ചെയ്യുന്നതിനെയാണ് കരോട്ടിഡ് സൈനസ് മസാജ് എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ടോപ്പിക്സ് കാണിച്ചിരുന്നത്. നെക്സ്റ്റ് CVM, മെനിഞ്ചൈറ്റിസ് നിങ്ങൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിൽ പഠിച്ചില്ല മക്കളെ? നെക്സ്റ്റ് എന്താണ് മിണ്ടാത്തത്? ഓക്കെ, CVM, സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്, CVA. ഇവിടെയല്ലേ ഈ CVM ആണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. അത് M വെട്ടിട്ട് ആക്കി, അവിടെ മിസ്റ്റേക്ക് ആണ് കേട്ടോ, അടിച്ചതില് മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ്. CVA ആണ് കേട്ടോ, സെറിബ്രോ വാസ്കുലർ. കറക്റ്റ് ആണ്. ഓക്കെ, സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്. സ്ട്രോക്കില്ലേ? സ്ട്രോക്ക് ആണ് കേട്ടോ. CVP, സെൻട്രൽ വീനസ് പ്രഷർ. ഇതാണ് CVP, സെൻട്രൽ വീനസ് പ്രഷർ. CXR, ചെസ്റ്റ് എക്സ്റേ. CXR, ചെസ്റ്റ് എക്സ്റേ, നമ്മുടെ ചെസ്റ്റിന്റെ എക്സ്റേ. D&C, ഡൈലേഷൻ ആൻഡ് ക്യൂറാറ്റേജ്. ഡൈലേഷൻ ആൻഡ് ക്യൂറാറ്റേജ്. ഓക്കെ, ക്യൂറാറ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഗർഭാശയ ആ ഒരു ആവരണത്തിൽ നിന്ന് ടിഷ്യൂസിനെ നീക്കം ചെയ്യാൻ സ്ക്രാപ്പ് ചെയ്ത് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ക്യൂറാറ്റേജ്. നമ്മുടെ ഗർഭാശയ ആവരണത്തിൽ നിന്ന് ടിഷ്യൂസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ക്യൂറേറ്റേജ്. ഇതെന്താണ്, നമ്മുടെ ഗർഭാശയത്തോടനുബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെ, എന്തെങ്കിലും ഡിസീസുകൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് കനത്ത രക്തസ്രാവം ഉണ്ടാക്കുക, അതല്ലെങ്കിൽ എന്താണ് ഗർഭചിത്രം സംഭവിക്കുക ചെയ്യല്ലേ, അബോർഷനായി പോകുകയൊക്കെ ചെയ്യല്ലേ, ആ സമയത്തൊക്കെ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ക്യൂറേറ്റേജ്, ഡൈലേഷൻ ആൻഡ് ക്യൂറാറ്റേജ്. നെക്സ്റ്റ് D-C, discontinue. D-C, discontinue. DIFF, എന്താണ് ഡിഫറൻഷ്യൽ.
ഡിഫറൻഷ്യൽ. നെക്സ്റ്റ് DIG, ഡൈജോക്സിൻ. നമ്മൾ ഹാർട്ട് ഫെയിലിയറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഡൈജോക്സിൻ. DIG, ഡൈജോക്സിൻ. നമ്മ ഹാർട്ട് ഫെയിലിയർ, ഹാർട്ടിന്റെ ബ്ലോക്കുകൾ ഒക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഡൈജോക്സിൻ. DM, ഡയബറ്റിക് മെല്ലിറ്റസ്. നമ്മുടെ ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആണ് ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറയുന്നത്. ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. DM, ഡയബറ്റിസ് മെല്ലിറ്റസ്. നെക്സ്റ്റ് DOA, ഡെഡ് ഓൺ അറൈവൽ. എന്താണ്? നമുക്ക് ചില കേസുകളിൽ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും മരിച്ചു എന്ന് പറയാറില്ലേ? ഡെഡ് ഓൺ അറൈവൽ. നെക്സ്റ്റ് DOE, dyspnea on exertion. Dyspnea exertion. Difficulties on breathing. ശ്വാസതടസ്സമാണ് കേട്ടോ. Dyspnea on exertion. Difficulty on breathing. DON, director of nursing. DON, director of nursing. മിസ് അടയാളപ്പെടുത്തേ. 55, 55, 56, 57. CO2, COLD, COPD. അടയാളപ്പെടുത്തോ. പിന്നെ 59, CPR, കാർഡിയോ പൾമിനറി റെസൂസിറ്റേഷൻ. കൃത്രിമ ശ്വാസോപ കൊടുക്കാല്ലേ? CPR, കാർഡിയോ പൾമിനറി റെസൂസിറ്റേഷൻ. നെക്സ്റ്റ് CVP. ഒന്നുകൂടെ പറയണം. CO2, 55, 55, 56, COLD, 57, COPD. Next, CPR, 59, 59, CPR. 65, CVP, central venous pressure. Next, D and C, dilation and curettage, right? Dilation and curettage. 67. Next, 72, dead on arrival, DOA. 72, DOA. 74, DON. DON. Okay, now 55, 56, 57, 59, 65, 67, 72, 74. Okay, next year. Next year, 75, DOS. എന്താണ്? ഡെഡ് ഓൺ സീൻ അല്ലേ? ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഡെഡ് ഓൺ സീൻ. DOS. DPT എന്താണ്? ഡിഫ്തീരിയ, പെർട്യൂസിസ് ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ്സ് വാക്സിൻ. ഡിഫ്തീരിയ, പെർട്യൂസിസ് ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ്സ് വാക്സിൻ. നമുക്ക് DPT വാക്സിനേഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? കുട്ടികൾക്ക് എടുക്കുന്ന വാക്സിൻ. ഡിഫ്തീരിയക്ക് അല്ലെ? പെർട്യൂസിസിന്, ടെറ്റനസിനൊക്കെ എടുക്കുന്ന വാക്സിൻ കേട്ടിട്ടില്ലേ? വില്ലൻ ചുമ, ഡിഫ്തീരിയ അല്ലെ? ടെറ്റനസ്, വില്ലൻ ചുമ കേട്ടിട്ടില്ലേ? ആ ഒരു വാക്സിൻ ആണ് കേട്ടോ DPT. നെക്സ്റ്റ് 76, DSD, ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്. DSD, dry sterile dressing. Next, 78, DTAP. എന്താണ്? DPT, diphtheria, tetanus toxoids and acellular pertussis vaccine. Diphtheria, tetanus toxoids and acellular pertussis vaccine. ഇതും നമ്മുടെ വാക്സിനേഷൻ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് DTP എന്താണ്?
ഡിഫ്തീരിയ, ടെറ്റനസ്, ടോക്സോയിഡ്സ് ആൻഡ് പെർട്യൂസിസ് വാക്സിൻ. നമ്മുടെ വാക്സിനേഷൻ ആണ് കേട്ടോ. പലതരത്തിലുള്ള വാക്സിനേഷൻ കുട്ടികൾക്ക് എടുക്കുന്ന. ഓരോ മാസം എടുക്കാറില്ലേ? 1.5 മാസം അല്ലേ? 2.5 മാസം, 3.5 മാസം അങ്ങനെ എടുക്കാറില്ലേ? അപ്പൊ നോക്കാറുണ്ടോ? DTP ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ നെക്സ്റ്റ് 89ാമത്തെ DTS, ഡെലീറിയം ട്രെമൻസ്. എന്ന് വെച്ചാല് കേട്ടിട്ടുണ്ടോ ആ ഒരവസ്ഥ? ഡെലീറിയം ട്രെമൻസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. നമ്മുടെ ഈ മദ്യമൊക്കെ കുടിക്കില്ലേ? മദ്യം കുടിക്കില്ലേ? ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് ആ മദ്യം നിർത്തി കഴിയുമ്പോൾ അവർക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാറില്ലേ? പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ? അതാണ് ഡെലീറിയം ട്രെമൻസ് അല്ലെ. അതിനെയാണ് ഡെലീറിയം ട്രെമൻസ് എന്ന് പറയുന്നത്. മദ്യം പെട്ടെന്ന് നിർത്തുമ്പോൾ ആ ഒരു പേഴ്സൺ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. നെക്സ്റ്റ് DVT, ഡീപ്പ് വീനസ് ത്രോംബോസിസ്. DVT, ഡീപ്പ് വീനസ് ത്രോംബോസിസ് എന്താണ്? ആഴത്തില് സിരയില്, നമ്മുടെ വീനസില് രക്തം കട്ട പിടിക്കുന്ന, സിരയിലെ രക്തം കട്ട പിടിക്കുന്നതിനെയാണ് ഡീപ്പ് വീനസ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. ആഴത്തിലുള്ള സിരയില് രക്തം കട്ട പിടിക്കുന്ന ഒരവസ്ഥ. നെക്സ്റ്റ് D5W, D5W, dextrose 5% in water. എന്താണ് D5W എന്ന് പറയുന്നത്? dextrose 5% in water. നമുക്ക് ഡീഹൈഡ്രേഷൻ ഒക്കെ സംഭവിക്കില്ലേ? അല്ലെങ്കിൽ ലോ ബ്ലഡ് ഷുഗർ ആവുക. അപ്പൊ നമുക്ക് ട്രിപ്പ് ഒക്കെ ഇടില്ലേ? ഡീഹൈഡ്രേഷൻ ഒക്കെ സംഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ലോ ബ്ലഡ് ഷുഗർ ആവുക, അല്ലെങ്കിൽ ഇൻസുലിൻ ഷോക്ക് ഒക്കെ വരുന്ന സമയത്ത് അതിനെയാണ് D5W, dextrose 5% in water. DX diagnosis, ECG ആയിട്ടുണ്ട് അല്ലെ? ഇലക്ട്രോ കാർഡിയോഗ്രാം. നമ്മുടെ ഹാർട്ടിന്റെ എന്താണ് ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് മെഷർ ചെയ്യുന്നത് അല്ലെ? ആ ഒരു പ്രൊസീജിയർ ആണ് അല്ലെ ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ED കേട്ടിട്ടുണ്ടല്ലോ? കാഷ്വാലിറ്റി അല്ലെ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ED, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. EDC, എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്, EDC. നമ്മൾ ഈ എന്താണ് സേഫ് പീരീഡ് എന്നൊക്കെ പറയാറുണ്ട്, കേട്ടിട്ടുണ്ടോ? സേഫ് പീരീഡ് പറയാറുണ്ട്. പ്രഗ്നന്റ് ആവാൻ സാധ്യതയില്ലാത്ത സമയം അല്ലേ? അപ്പൊ അതാണ് എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. എക്സ്പെക്ടഡ് ഡ്യൂ ഡേറ്റ് ഓഫ് എ പ്രഗ്നൻസി, ഗർഭധാരണത്തിന് പ്രതീക്ഷിക്കുന്ന അവസാന തീയതി. ഗർഭധാരണത്തിന്റെ പ്രതീക്ഷിക്കുന്ന അവസാന തീയതി. നെക്സ്റ്റ് EEG, ഇലക്ട്രോസെഫാലോഗ്രാം. നമ്മുടെ അപസ്മാരം പോലെയുള്ള അപസ്മാരം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ ബ്രെയിനിന് എന്തെങ്കിലും ഡിസീസുകളൊക്കെ കണ്ടെത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് EEG. അത് എന്താണ്? ഇലക്ട്രോ എൻസെഫാലോഗ്രാം. നമ്മുടെ ബ്രെയിനിന്റെ, നമ്മുടെ തലയോട്ടില് ഇലക്ട്രോഡ്സുകൾ ഘടിപ്പിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ EEG, ഇലക്ട്രോ എൻസെഫാലോഗ്രാം. EG ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ? ചെറിയ ക്ലാസ് മുതൽ. ഫോർ എക്സാമ്പിൾ അല്ലെ? നെക്സ്റ്റ് EKG, ഇലക്ട്രോകാർഡിയോഗ്രാം. EKG or ECG അല്ലെ? ECG എന്നും പറയാം, EKG എന്നും പറയാം. ഇലക്ട്രോ കാർഡിയോഗ്രാം. ENT അത് നമ്മൾ കേൾക്കാറുള്ളതാണ് അല്ലെ? ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. ENT ഡോക്ടർ അല്ലെ? ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. നെക്സ്റ്റ് ER, ED തന്നെ അല്ലെ? എമർജൻസി റൂം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയതുകൊണ്ടാണോ മിസ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ER, എമർജൻസി റൂം. ET എന്താണ്? എൻഡോട്രക്കിയൽ ട്യൂബ്. നമ്മ ട്രക്കിയോസ്റ്റമി പറഞ്ഞില്ലേ മിസ്? ട്രക്കിയോസ്റ്റമി ഔട്ട് പേഷ്യന്റില് ഓർമ്മയുണ്ടോ?
അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഒരു ട്യൂബ് എൻഡോട്രക്കിയൽ ട്യൂബ്. നെക്സ്റ്റ് ETA എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. എന്താണ് ETA എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. നെക്സ്റ്റ് ETOH ethyl alcohol. ETOH ethyl alcohol. ETT എൻഡോട്രക്കിയൽ ട്യൂബ് അല്ലെ. എൻഡോട്രക്കിയൽ ട്യൂബിന് നമ്മൾ ET എന്നും പറയുന്നുണ്ട്, ETT എന്നും പറയുന്നുണ്ട്. എൻഡോട്രക്കിയൽ ട്യൂബ്. ഡിഗ്രി F ഡിഗ്രി ഫാരൻഹീറ്റ്. നമ്മൾ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയില്ലേ, ടെമ്പറേച്ചറിന്റെ മെഷർമെന്റ് ആണ് കേട്ടോ. ടെമ്പറേച്ചർ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും. കേട്ടിട്ടില്ലേ? ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും. അപ്പൊ എന്താണ് ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ മിസ് ഇതിൽ ഇമ്പോർട്ടന്റ് പറയട്ടെ. ഡീഹൈഡ്രേഷൻ ഒക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ലോ ബ്ലഡ് ഷുഗർ ഒക്കെ ആവുമ്പോഴേ നമുക്ക് ട്രിപ്പ് ഇടാറില്ലേ? അത് ET എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മെഷർമെന്റ്. ET എന്ന് പറഞ്ഞാല് എൻഡോട്രക്കിയൽ ട്യൂബ്. നമ്മൾ ട്രക്കിയോസ്റ്റമി മിസ് എടുത്തന്നില്ലേ ഔട്ട് പേഷ്യന്റിൽ. അപ്പൊ നമ്മ പറഞ്ഞില്ലേ ഇവിടെ ഒരു ചെറിയ മുറിവുണ്ടാക്കി തൊട്ടയുടെ മുറികളിലായിട്ട് ഒരു ചെറിയൊരു മുറിവുണ്ടാക്കി ട്യൂബ് എടുക്കെന്ന് പറഞ്ഞില്ലേ? ആ ഒരു ട്യൂബ് എൻഡോട്രക്കിയൽ ട്യൂബ്. നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്, ഇമ്പോർട്ടന്റ് പറഞ്ഞോട്ടെ. 75 76 DOS 75 DOS 76 DPT 79 DTP. അത് നോക്കുക കേട്ടോ. DPT വരുമ്പോ ഡിഫ്തീരിയ, പെർട്യൂസിസ് ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ്സ് വാക്സിൻ. DTP ആവുന്നത് ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ്സ് ആൻഡ് അസെല്ലുലാർ diphtheria, tetanus, toxoid and pertussis vaccine. നോക്കണം കേട്ടോ ആ ഒരു ലെറ്റേഴ്സ്. 75 76 79 80 80 അടയാളപ്പെടുത്തിയോ? നെക്സ്റ്റ് 84 ECG 84 ECG 89 EKG 89 EKG 92 ET 96 degree Fahrenheit. Degree Fahrenheit. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ ആണോ? എക്സ്പാൻഷനാ ചോദിക്കുന്നത് കേട്ടോ. കൂടുതൽ എക്സ്പാൻഷൻ ആയിരിക്കും ചോദിക്കുന്നത്. ഒന്നുകൂടെ പറയണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. 76 75 76 75 76 79 75 76 79 80 84 84 89 84 89 92 92 96. Next, FiO2, fraction of inspired oxygen. എന്താണ് നമ്മുടെ ഒരു രോഗി ശ്വസിക്കുന്ന വായുവിലെ വായു ശ്വസിക്കുന്നില്ലേ, ആ ഒരു ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ സാന്ദ്രതയാണ് FiO2. എന്താണ്? ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ. ഒരു രോഗി ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജന്റെ സാന്ദ്രത. നെക്സ്റ്റ്
FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ലെ. എന്താണ് നമ്മ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു ബ്ലഡ് ഷുഗറിന്റെ ലെവല് FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. FE അയൺ. FHR ഫെറ്റൽ ഹാർട്ട് റേറ്റ്. നമ്മുടെ യൂട്രസിൽ ഒരു ബേബി കിടക്കുമ്പോൾ അതിന്റെ ഒരു ഹാർട്ട് റേറ്റ് ഇല്ലേ? കുഞ്ഞിന്റെ ഹാർട്ട് സ്കാനിങ് അല്ലെങ്കിൽ എന്താണ് ഓരോ മാസം ചെല്ലുമ്പോൾ നമ്മുടെ കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ് നോക്കുന്നത് നമുക്ക് കേൾപ്പിച്ചു തന്നിട്ടില്ലേ? ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്ക് അറിയാം അല്ലേ? അപ്പൊ ആ ഒരു ഹാർട്ട് റേറ്റ് ആണ് കേട്ടോ FHR ഫീറ്റൽ ഹാർട്ട് റേറ്റ്. FHT ഫീറ്റൽ ഹാർട്ട് ടോൺസ് എന്താ? അതിന്റെ ആ റേറ്റ് 110 to 160 ആണ് കേട്ടോ. ബിറ്റ്വീൻ 110 to 160 ആണ് ആ ഒരു ഫീറ്റൽ ഹാർട്ട് റേറ്റും ഹാർട്ട് ടോൺസും വരുന്നത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് FHX ഫാമിലി ഹിസ്റ്ററി. FHX ഫാമിലി ഹിസ്റ്ററി. നെക്സ്റ്റ് FL ഫെംറ്റോലിറ്റർ അല്ലെ. എന്താണ്? വോള്യൂം ഓഫ് ഒരു മെഷർ ആണ് കേട്ടോ. ഫെംറ്റോലിറ്റർ FL. നെക്സ്റ്റ് FL ഫ്ലൂയിഡ്. FL ഫ്ലൂയിഡ്. FLD എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൂയിഡ് തന്നെയാണ് കേട്ടോ. FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. എന്താണ്? FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നമുക്ക് ഓവുലേഷന് അണ്ടോൽപാദന സഹായിക്കുന്ന ഹോർമോണില്ലേ? ഓവുലേഷൻ അതാണ് കേട്ടോ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നെക്സ്റ്റ് FX ഫ്രാക്ചർ. FX ഫ്രാക്ചർ നിങ്ങൾക്ക് അറിയാവുന്നത് കാര്യമാണ് കേട്ടോ. അതൊന്നും പറയാത്തത്. അറിയാലോ ഫ്രാക്ചർ എന്താണ് അല്ലെ. നെക്സ്റ്റ് G ഗ്രാം. നമ്മ പഠിച്ചിട്ടുണ്ട് അല്ലെ. ജിയും KG ഒക്കെ പഠിച്ചിട്ടില്ലേ? കിലോഗ്രാം, ഗ്രാം അല്ലെ. അപ്പൊ G എന്ന് പറയുന്നത് ഗ്രാം. GB ഗൾ ബ്ലാഡർ. എന്താണ്? GB ഗൾ ബ്ലാഡർ. എന്താണ്? പിത്താശയം. കേട്ടിട്ടുണ്ടോ മലയാളത്തില്? പിത്താശയം അല്ലെ. അതാണ് GB ഗൾ ബ്ലാഡർ. നെക്സ്റ്റ് GI ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ. ദഹനനാളം കേട്ടിട്ടില്ലേ? ദഹനനാളം അതാണ് കേട്ടോ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ. GM ഗ്രാം. GM ഗ്രാം. GR ഗ്രെയിൻ. GM ഗ്രാമും GR ഗ്രെയിൻ. നെക്സ്റ്റ് GSW ഗൺ ഷോട്ട് വൂണ്ട്. നമുക്കൊരു തോക്കിൽ നിന്ന് ഉതിർക്കുന്ന ആ വെടി ഉണ്ടയിൽ നിന്ന് എടുക്കുന്ന ഒരു വൂണ്ട് ഉണ്ടാവുമല്ലോ, മുറിവ്. ഗൺ ഷോട്ട് വൂണ്ട് അതാണ് കേട്ടോ GSW ഗൺ ഷോട്ട് വൂണ്ട്. GTT ഡ്രോപ്സ്. എന്താണ്? GTT ഡ്രോപ്സ്. GTT ഡ്രോപ്പ്. GTT ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. എന്താണ്? GTT ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. നെക്സ്റ്റ് GU ജെനറ്റോ യൂറിനറി. ജെനിറ്റോ യൂറിനറി. എന്താണ്? നമ്മുടെ ജെനിറ്റൽ അല്ലെങ്കിൽ യൂറിനറി ഓർഗൻസിനെയാണ് ജെനിറ്റോ യൂറിനറി എന്ന് പറയുന്നത്. GU ജെനിറ്റോ യൂറിനറി. നമ്മുടെ ജെനിറ്റൽ ഓർ യൂറിനറി ഓർഗൻസ്. ബ്ലാഡർ ഒക്കെ യുറേന്ദ്ര ബ്ലാഡർ ഒക്കെ യൂറിനറി സിസ്റ്റം. അപ്പൊ GU ജെനിറ്റോ യൂറിനറി. GYN ഗൈനക്കോളജി അല്ലെ. GYN ഗൈനക്കോളജി. H അവർ. എന്താണ്? H അവർ ബ്രാക്കറ്റിലുള്ള H എന്താണ്? ഹൈപ്പോഡെർമിക്. ഹൈപ്പോഡെർമിക് നമ്മുടെ എന്താണ്? പാർട്ട് ബിനീത്ത് ദി സ്കിൻ. അതായത് നമ്മുടെ ചർമ്മത്തിന് തൊട്ട് താഴെയുള്ള ഭാഗമില്ലേ? നമ്മുടെ സ്കിന്നിന് തൊട്ട് താഴെയുള്ള ഭാഗത്തെയാണ് ഹൈപ്പോഡെർമിക് എന്ന് പറയുന്നത്. അപ്പൊ H ബ്രാക്കറ്റിലിട്ട് ക്രോസ് ബ്രാക്കറ്റിലിട്ട് H എന്ന് എഴുതിയാലും ജസ്റ്റ് H എന്ന് എഴുതിയാലും എന്താണ്? ഹൈപ്പോഡെർമിക്. ഓക്കെ ആണോ മക്കളെ?
മിസ് ഒരെണ്ണം കൂടി എടുത്തോട്ടെ, ഒരു പേജ് കൂടി എടുത്തോട്ടെ മിസ്, ഒരു 5 മിനിറ്റ് കൂടി എടുത്തോട്ടെ മിസ്. ഇതിൽ അടയാളപ്പെടുത്തിക്കോട്ടാ. 98 98 98 100 98 FBS കേട്ടോ. FBS 100 FHR fetal heart rate. Fetal heart rate fetal heart tone എത്രയാണ്? below 110 to 160 ആണ് കേട്ടോ. 100 പിന്നെ 104 FL fluid FLD fluid FLD fluid. Next 109 ചെയ്യാം ട്ടോ. Next GI gastrointestinal ദഹനനാളം അല്ലെ, gastrointestinal 110 കേട്ടോ. ഇനി 130 GSW gunshot wound GSW 130 മിസ് നമ്പർ പറയുന്നുണ്ട്, ഇത് വേണ്ട. 130 170 GYN ഗൈനക്കോളജി. ഒന്നുകൂടെ നമ്പർ പറയാം മിസ്. 98 98 നമ്പർ മാത്രം മതി. ഓക്കെ 98 100 100 104 105 109 109 110 110 110 130 130 170. നെക്സ്റ്റ് കൂടി എടുത്തോട്ടെ മിസ്, നെക്സ്റ്റ് പേജ് കൂടി എടുത്തോട്ടെ. ഓക്കെ നെക്സ്റ്റ് 121 H and H hemoglobin and hematocrit. ഹീമോഗ്ലോബിൻ അറിയാലോ, നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിന്റെ അളവ് അല്ലെ. അതേപോലെ ഹെമറ്റോക്രിറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ RBCയുടെ കൗണ്ട് പറയാനല്ലേ, ബ്ലഡിൽ RBC കൗണ്ട്, അതാണ് ഹെമറ്റോക്രിറ്റ്. ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമറ്റോക്രിറ്റ്. H and H. H and P history and physical. H and P history and physical. H bar A headache അല്ലെ, H bar A headache. HB hemoglobin അല്ലെ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എഴുതി തരുമ്പോ. HB hemoglobin. HCT hematocrit എന്താണ്? RBC കൗണ്ട് നോക്കാൻ എഴുതി തരുന്നത് അല്ലെ, HCT hematocrit. HG മെർക്കുറി നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതേപോലെ HGB ഹീമോഗ്ലോബിൻ എന്താണ്? HGB ഹീമോഗ്ലോബിനെ നമ്മൾ എന്താണ്? HB എന്ന് പറയുന്നുണ്ട്, HGB എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ HGB ഹീമോഗ്ലോബിൻ. നെക്സ്റ്റ് HH ഹെയ്റ്റൽ ഹെർണിയ. ഹെർണിയ എന്നുള്ള അസുഖം കേട്ടിട്ടില്ലേ? ഹെയ്റ്റൽ ഹെർണിയ അല്ലെ, HH. അപ്പൊ ഹൈറ്റൽ ഹെർണിയ. നെക്സ്റ്റ് HIV അല്ലെ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെ. HIV കേട്ടിട്ടില്ലേ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. H2O അല്ലെ, നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ, വാട്ടർ. H2O വാട്ടർ. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. H2O പഠിച്ചിട്ടുണ്ട്, H2O2 പഠിച്ചിട്ടുണ്ട് അല്ലെ, ഹൈഡ്രജൻ പെറോക്സൈഡ്. നെക്സ്റ്റ് HPI ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ് അല്ലെ, ഒരു രോഗിയുടെ പ്രസന്റ് ഇൽനെസിനെ കുറിച്ചുള്ള ഹിസ്റ്ററി, ചരിത്രം അല്ലെ, അവർക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, അതാണ് ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്. HR അവർ. HR അവർ. HS അറ്റ് ബെഡ് ടൈം നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുമല്ലേ, എഴുതാറുണ്ട്. HS എന്താണ്? അറ്റ് ബെഡ് ടൈം അല്ലെ, ബെഡ് ടൈമിന്റെ സമയത്ത് കഴിക്കുക. HTN ഹൈപ്പർ ടെൻഷൻ അല്ലെ, HTN
hypertension. HX history. HX എന്താണ്? History. HZ hertz. HZ hertz. Next I and O. Intake and outtake. എന്നുവെച്ചാല് intake and outtake എന്ന് പറഞ്ഞാല് refer to the measurement of fluids entering and leaving the body. ഒരാളുടെ ശരി HX എന്ന് പറഞ്ഞാല് ഹെർട്സ്. ഓക്കെ, ഒരാളുടെ ശരീരത്തിലേക്ക് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നതും അത് ഔട്ട്പുട്ട് പുറത്തേക്ക് വോളിയം ചെയ്യുന്നതുമാണ് ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. നെക്സ്റ്റ് IC ഇൻട്രാ ഔട്ട്പുട്ട്. I and O ഇൻപുട്ട് അല്ല കേട്ടോ, ഇൻടേക്കും ഔട്ട്പുട്ടും കേട്ടോ. സോറി, നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നതും പുറത്തേക്ക് വരുന്നതും. Next IC intracardia inspiratory capacity irritable colon. Intracardia inspiratory capacity irritable colon. Next പറയുന്നത് ICP. ICP intracranial pressure. ICP intracranial pressure. Next പറയുന്നത് ICU അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ICU intensive care unit. Next IDDM insulin dependent diabetes mellitus. എന്താണ്? ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെല്ലിറ്റസ്, IDDM. Next IM intramuscular directly into muscles. ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കല്ലേ മസിൽസിലേക്ക് നേരിട്ട് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കുന്നത്, അതാണ് IM intramuscular. നെക്സ്റ്റ് ഇതില അടയാളപ്പെടുത്തേണ്ടത് 122 122 122 123 ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് തന്നെയാണ് കേട്ടോ. മിസ് പെട്ടെന്ന് വായിച്ചപ്പോ മാറിപ്പോയതാണ് കേട്ടോ. ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 122 123 124 22 122 123 124 127 127 129 129 130 130 135 135 136 136 138 138 141 142 ഇൻസുലിനെ അപേക്ഷിച്ച് നമ്മുടെ ഡയബറ്റിസിന്റെ അളവ്. ഇൻസുലിൻ കുത്തിവെക്കില്ലേ നമ്മുടെ ശരീരത്തിൽ, അപ്പൊ അതിനനുസരിച്ച് ഡയബറ്റിസിന്റെ അളവ്. 142 22 22 23 24 27 29 30 35 36 38 41 42. ഓക്കെയാണോ? ഇത്ര എടുക്കുന്നുള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്.